ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നെല്ലിശ്ശേരി അച്ഛ, അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. പാപ്പാ വിരുദ്ധരും സുറിയാനി സഭയുടെ വിരുദ്ധരുമായ ചിലർ, ഏതാനും പുരുഷന്മാരും അവരുടെ പെണ്ണുങ്ങളും ചെന്ന് നെല്ലിശ്ശേരി അച്ഛനെ ഭീഷണിപ്പെടുത്താൻ വെറുതെ ഒരു ശ്രമം നടത്തി നോക്കി. 2.5 സംവത്സരമായി സഭയുടെ കുർബാന, നമ്മൾ ഏകീകൃത കുർബാന അല്ലെങ്കിൽ സിനഡ് കുർബാന എന്ന് പറയുന്ന സഭയുടെ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നെല്ലിശ്ശേരി അച്ഛൻ, ആ പള്ളി, അവിടെയാണ് ഈ ഏതാനും ഈ അൽമായ മുന്നേറ്റക്കാരുടെ ഒരു ശ്രമം, ഒരു വ്യാമോഹം. അച്ഛനൊന്ന് പേടിപ്പിക്കാം, ഭീഷണിപ്പെടുത്താം. അവിടെ ഏകം സഭയുടെ ജനാഭിമുഖ കുർബാന വേണമെന്നാണ് ഈ കത്തോലിക്ക വിരുദ്ധരായ, സുറിയാനി സഭാ വിരുദ്ധരായ അൽമായ മുന്നേറ്റക്കാരുടെ ആവശ്യം. അതിനവർ പറഞ്ഞ ന്യായം പാമ്പ്ലാനിയുടെ സർക്കുലറിൽ, സമവായ സർക്കുലറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. നെല്ലിശ്ശേരി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ എഴുതിയിട്ടില്ല. ഏകീകൃത കുർബാന മാത്രം നടക്കുന്ന പള്ളികളിൽ പ്രസ്തുത രീതി മാറ്റമില്ലാതെ തുടരുമെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഏകീകൃത കുർബാന മാത്രം നടക്കുന്ന സ്ഥലത്ത് ഒരു ജനാഭിമുഖ കുർബാന അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ചെന്ന അൽമാരുടെ മറുപടി നിങ്ങൾ വീഡിയോയിലെല്ലാം കണ്ടു കാണും, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വിശ്വാസികളാണ് തീരുമാനിക്കുന്നത് ഏത് കുർബാന വേണമെന്ന്. ഞങ്ങൾ വിശ്വാസികളാണ് തീരുമാനിക്കുന്നത്. അവർ വിശ്വാസികളോ? എന്തിൽ വിശ്വസിക്കുന്നവർ? അപ്പം അച്ഛൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളാണോ ലിറ്റർജി തീരുമാനിക്കുന്നത്? ഇവിടെ മാർപ്പാപ്പയും സഭയും ഒന്നുമില്ലേ? അപ്പം അവരുടെ മറുപടി, ഇല്ലച്ചോ, ഞങ്ങളില്ലാതെ, വിശ്വാസികളില്ലാത്ത സഭയില്ല, മാർപ്പാപ്പയില്ല. അതെ, അതാണ് സത്യം. അവർക്ക് മാർപ്പാപ്പയും ഇല്ല, സഭയും ഇല്ല, അവർ കർത്താവിൽ വിശ്വസിക്കുന്നുമില്ല. മറ്റേതോ അജണ്ടയാണ് അവർക്ക് നടപ്പാക്കാനുള്ളത്. അതിനു വേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ മുഴുവൻ. പക്ഷെ നെല്ലിശ്ശേരി അച്ഛൻ ചങ്കുറപ്പോടെ പറഞ്ഞു, നെഞ്ചുവിരിച്ച് ധീരമായി അവരോട് പറഞ്ഞു, ഞാൻ മാർപ്പാപ്പയെ മാത്രമേ അനുസരിക്കൂ. പാപ്പാ വിരുദ്ധരുടെ സ്ഥാനം സഭയ്ക്ക് പുറത്താണ്. വാസ്തവത്തിൽ ഈ അവസ്ഥ സൃഷ്ടിച്ചത് ആരാണ്? ഈ അഴകൊടമ്പൻ രീതി കൊണ്ടുവന്നത് ആരാണ്? അൽമായ മുന്നേറ്റക്കാരെ ഇളക്കി വിടുന്നത് ആരാണ്? നുണകളും അർദ്ധസത്യങ്ങളും രേഖയാക്കി സർക്കുലർ പോലെ അവതരിപ്പിച്ച് വിശ്വാസികളെ കബളിപ്പിക്കുന്നത് ആരാണ്? ചരിത്രം അവരോട് പൊറുക്കില്ല, കാലം അവരോട് പൊറുക്കില്ല. ഈ സുറിയാനി സഭയുടെ ചരിത്രം എഴുതുമല്ലോ, അപ്പോൾ ഇവരുടെ പേരുകൾ എങ്ങനെ എഴുതപ്പെടുമെന്ന് നമുക്ക് കാണാം. നെല്ലിശ്ശേരി അച്ഛ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ബിഗ് സല്യൂട്ട്, അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ഈ നെല്ലിശ്ശേരിത്തിനെടുത്ത നിലപാട് പോലെ എറണാകുളത്തെ സഭാ നേതൃത്വവും മെത്രാൻ സിനഡും ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ ലിറ്റർജി പ്രശ്നം പണ്ടേ തീരുമായിരുന്നു. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് അങ്ങനെ ഒരു സഭാ നേതൃത്വത്തെ കർത്താവ് തന്നില്ല. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സ്ഥലം മാറിപ്പോകുന്ന കൂരിയ അംഗങ്ങൾ, ജേക്കബ് അച്ഛനോടും ജോഷി പുതു അച്ഛനോടും സൈമൺ അച്ഛനോടും അവർക്കും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ്. അവർക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അച്ഛന്മാരെ, നിങ്ങൾക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ, വർണ്ണിക്കാൻ പോലും പറ്റാത്ത വിധം പ്രതിസന്ധികൾ ഉണ്ടായ ആ സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ പ്രാണൻ പോലും അപകടത്തിലായ സന്ദർഭങ്ങളിൽ പോലും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ കർത്താവിനും സഭയ്ക്കും വേണ്ടി നിലകൊണ്ട് നിങ്ങൾ സുറിയാനി സഭയോടുള്ള കൂറ് തെളിയിച്ചു. നിങ്ങളെ നിയമിച്ചവർ തന്നെയാണ് നിങ്ങളെ ചതിച്ചത്, വഞ്ചിച്ചത്, ഒറ്റിക്കൊടുത്തത്. എന്നിട്ടും പരാതിയില്ലാതെ അനുസരണയുള്ള മക്കളെ പോലെ നിങ്ങൾ പടിയിറങ്ങുകയാണ്. ഇനിയും സുറിയാനി സഭയുടെ ഒപ്പം തന്നെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരു പ്രലോഭനങ്ങളിലും വീഴാതിരിക്കാൻ, ഒരു വശീകരണങ്ങളിലും വീഴാതിരിക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ തുണയുണ്ടാകട്ടെ. നമ്മുടെ മെത്രാന്മാരെല്ലാവരും സുറിയാനി സഭ ഒറ്റിക്കൊടുത്താലും നിങ്ങളത് ചെയ്യരുത്. ദൈവം നിങ്ങളെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.